അതേപോലെ ഈ ജാഫ്രിക്കയുടെ 2024 കണ്ടു. 2027 ഇന്ന് 3 കൊല്ലം ഉണ്ടല്ലോ. ഈ എന്താ ഞാൻ കൊച്ചെന്ന് ചോദിക്കാം കുറേന്ന് പറഞ്ഞു ഇവ കേൾക്കുന്നില്ല. ഇവരിത് ആ കൊച്ചു 2018 ഉണ്ടോന്നല്ല. അവൻ ചോദിച്ചാൽ 2024 ജാഫ്രിക്കനെ കണ്ടോക്കാം. ചോദിച്ചത് ജാഫ്രിക്കനോടല്ലേ? ജാഫ്രിക്കന്റെ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ 2024 എങ്ങനെയുണ്ട്? 27 ആയിപ്പോയത്. ചോദ്യം തെറ്റാണ്. സ്കൂൾ കുട്ടികളെ പോലെ അവരുടെ ചോദ്യം ആളുകൾ പേര് പറയും. ദക്ഷിണ കാശി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കുമരകം സ്വദേശിയും ഇപ്പോൾ പുതുപ്പള്ളി മാങ്ങാനത്ത് താമസിക്കുന്ന സുജീഷ് ദക്ഷിണകാശിയും ഹരിനാരായണൻ കെയും കൂടെ സംവിധാനം ചെയ്യുന്ന ഒരുമ്പട്ടവൻ എന്ന സിനിമയുടെ പ്രസ് മീറ്റിംഗ് ആണ് എറണാകുളം ഫോറം മാളിന് സമീപമുള്ള ട്രിബ്യൂട്ട് റോയൽ എന്ന ഹോട്ടലിൽ വെച്ച് നടക്കുന്നത്. അതിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന നടീനടന്മാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. 1-2 പേര് സിനിമയുടെ ഷൂട്ടിംഗ്, ഇന്ദ്രൻസേട്ട് അടക്കം 1-2 പേര് സിനിമയുടെ ഷൂട്ടിംഗ് അടക്കം തിരക്കിലാണ്. എങ്കിലും ബാക്കിയുള്ള താരങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പം അവരോട് നമുക്ക് സിനിമയുടെ വിശേഷങ്ങളും അതുപോലെ കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ സംഭവം എന്താണെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. അതോടൊപ്പം ഈ ചിത്രത്തിന്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച സുജീഷിന്റെ മോളാണ് കാശ്മീര. കാശ്മീരിയാണ് ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ജനുവരി 3-ന് നമ്മുടെ ചിത്രം ഒരുമ്പെട്ടവൻ തിയേറ്ററിലേക്ക് എത്താണ്. വളരെ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ തിയേറ്ററിൽ എത്തിക്കുന്ന ഒരു ചിത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2 ലെജൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ലെജൻസ് തന്നെയാണ്. നമ്മുടെ ഇന്ദ്രൻസേട്ടനും ജാഫ്രിക്കയൊക്കെ ഒന്നിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ ഈ പേരിൽ തന്നെ ഉണ്ട്, അതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടല്ലേ, ഒരുമ്പെട്ട് ഇറങ്ങുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തിൽ എന്താണ് ആ കാര്യം എന്നറിയാനായിട്ട് നമ്മൾ 3-ാം തീയതി വരെ കാത്തിരിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. മീഡിയ പേഴ്സൺസ് ഞങ്ങളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഇന്നും ഒത്തിരിയേറെ വർക്കുകളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ പോലും നിങ്ങളിങ്ങനെ പ്രൊമോഷൻ ഷൂട്ടിനും അതുപോലെ പ്രസ് മീറ്റിനും ഒക്കെ വന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് നമ്മളുടെ ചിത്രത്തിൽ അഭിനയിച്ചവരും അതുപോലെ എൻ്റെ ഡയറക്ടർ കം പ്രൊഡ്യൂസർ കം കോ റൈറ്റർ സുബീർ സാറാണ്. അപ്പോൾ ദക്ഷിണ കാശി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് ഇത് ചിത്രം നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സും ഇവിടെയുണ്ട്, താരങ്ങളുണ്ട്. എല്ലാവരും ഒന്ന് സ്വയം ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ജാഫ്രിക്ക ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പിന് ഞാൻ കൈമാറട്ടെ. അല്ല, മെയിൻ ആൾക്ക് തട്ടെ. നമ്മുടെ ഡയറക്ടറെ ഏൽപ്പിച്ചാലോ? ഡയറക്ടറേയും മൈക്കുണ്ട്. ഓക്കെ, ഞാൻ സുജീഷ്, കോട്ടയം സ്വദേശം. ഈ സിനിമയുടെ ഡയറക്ടർ, അതുപോലെ തിരക്കഥ, കഥ, പ്രൊഡ്യൂസർ 3 കൈകാര്യം ചെയ്യുന്നുണ്ട്. വളരെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു നേട്ടമാണെന്ന് തന്നെ പറയാം. എൻ്റെ മോൾ കാശ്മീര, അതുപോലെ ജാഫ്രിക്ക, ഇവരൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു മീറ്റിംഗ് വെച്ചാണ് ഈ പടത്തിൻ്റെ ഉത്സവം. മോൾക്ക് വേണ്ടി ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പോവുകയും ആ ലൊക്കേഷനിൽ വെച്ച് ജാഫ്രിക്കയെ യാദൃശ്യാൽ കണ്ടുമുട്ടുകയും അദ്ദേഹമായിട്ട് സംസാരിക്കാൻ അഞ്ചുമിനിറ്റ് കിട്ടുകയും അങ്ങനെ ജാഫ്രിക്കയുടെ കൂടെ അഭിനയിച്ച മോളെ പറ്റി എന്നോട് പറയുകയും അപ്പോഴാണ് ഞാൻ മോളുടെ കഴിവ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുകൂടി എടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഇന്ന് ഒരുമ്പെട്ടവൻ സിനിമ
ആയിട്ട് മാറിയിരിക്കുന്നത്. ഒത്തിരി ഒരു 1.5 വർഷത്തെ പുറകിലത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് സിനിമ ഇപ്പം ജനുവരി 3 റിലീസിൽ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ഈ ടീം മൊത്തം, ഇതിനകത്ത് ആബ്സെൻ്റായ കുറച്ച് ആൾക്കാരുമുണ്ട്, ഈ ടീം മൊത്തം അവരുടെ എല്ലാ നല്ല മനസ്സും നല്ല കഴിവുകളും എല്ലാം ഒരേപോലെ ഉപയോഗിച്ചിട്ടാണ് ഈ പടം ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. ജാഫർക്കാരുടെ ഞാനും തമ്മിലുള്ള ആ മീറ്റിംഗ് തുടങ്ങി ഇന്ന് വരെ അദ്ദേഹവും വളരെ മനോഹരമായിട്ട് എൻ്റെ കൂടെ നിന്നു. അതുപോലെ ഇതിനും സമയം വളരെ നല്ലൊരു ഭാഗം വൃത്തിയായിട്ട് തന്നെ ചെയ്തു വെച്ചിരിക്കുന്നു. ഈ ക്രൂ മെമ്പേഴ്സിന് ജസ്റ്റ് ഞാൻ പരിചയപ്പെടുത്താം. ദക്ഷിണ എൻ്റെ മൂത്ത മോളാണ്. ഒരു ചെറിയ വേഷം വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഗോപിനാഥ് പാഞ്ഞാർ എൻ്റെ കോ റൈറ്ററാണ്. എൻ്റെ മനസ്സിലൊരു കഥ വന്നു. ആ കഥ ആദ്യം ഞാൻ ജാഫർക്കായിട്ട് ഷെയർ ചെയ്തു. ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയത്. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ജാഫർക്ക പറഞ്ഞു, സുജീഷ് ഇത് ഷോർട്ട് ഫിലിം അല്ല, ഷോർട്ട് ഫിലിം നിൽക്കില്ല, ഇത് വളരെ മനോഹരമായ ഒരു സിനിമയാക്കി മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ ഞാനും നമ്മുടെ കോ റൈറ്ററുമായ ഗോപിനാഥ് പാഞ്ഞാറുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ തമ്മിൽ സ്ക്രിപ്റ്റ് എഴുതി. വളരെ മനോഹരമായിട്ട് ആ സ്ക്രിപ്റ്റ് ഇപ്പോൾ സിനിമയായിരിക്കുകയാണ്. ഇത് കാശ്മീര ഈ ചിത്രത്തിലെ മെയിൻ റോള് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതും ഒരു 10 വയസ്സുകാരി ചെയ്യാവുന്നതിൻ്റെ നല്ലൊരു ഭാഗം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ആക്റ്റീവായി എല്ലാ സാഹചര്യങ്ങളും വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. അതുപോലെ ഡയാന എടുത്തു പറയേണ്ട വേഷമാണ് കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇന്നത്തെ നമ്മളുടെ ഒരു കുട്ടിയെ സ്കൂളിലേക്ക് വിടുന്നത് തൊട്ട് ഒരു വീട്ടിൽ നടക്കുന്ന പശ്ചാത്തലങ്ങളെല്ലാം അത് കറക്റ്റ് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായില്ല. അതേപോലെ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. കാരണം കഥ പറയുകയില്ല, ചെറിയൊരു ഇത് പറയുകയാണെങ്കിൽ ജാഫർക്ക എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഒരു ആക്രിക്കാരനാണ്. അദ്ദേഹത്തിനെ അസ്പെക്റ്റ് ചെയ്യുന്നില്ല. ചേട്ടനല്ല സുധീഷ് ചേട്ടനാണ് ഡയാനയുടെ ഹസ്ബൻഡ്. അദ്ദേഹത്തിൻ്റെ ചേട്ടനായിട്ടാണ് നമ്മുടെ ജാഫർക്ക. അദ്ദേഹം ആക്രി പെറുക്കി നടക്കുന്ന ആളായതുകൊണ്ട് തന്നെ സുധീഷ് ചേട്ടന് സ്നേഹമുണ്ടെങ്കിലും ആ സ്നേഹത്തിനെ അംഗീകരിക്കാതെ ഒരു ആക്രിക്കാരനെ വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറയുന്ന ഒരു കുടുംബിനി എന്ന നിലയിൽ അവരുടെ ഇമേജിന് കോട്ടം പറ്റുന്ന ഒരാളെന്ന നിലയിൽ അകത്ത് നിർത്തുന്ന ആ ഒരു ഭാഗം വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് ഒരു കുശുമ്പും എല്ലാം കൂടി തികഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗം വളരെ വൃത്തിയായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ അഭിനയിക്കുന്നു മനസ്സിലാകുന്നുണ്ട്. അതുപോലെ ജാഫർക്ക ഈ സിനിമയുടെ നട്ടല്ലെന്ന് തന്നെ പറയാം. കാരണം സിനിമ തുടങ്ങുന്നതിന് മുമ്പും സിനിമ കഴിഞ്ഞും ഇന്ന് വരെ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ അടക്കം ഞങ്ങൾക്കടക്കം ഭക്ഷണം വരെ വെച്ച് തന്നു. അതുപോലെ 4-5 ദിവസം ഞങ്ങളുടെ കൂടെ നിന്ന് വളരെ നല്ലൊരു സഹായമാണ് അദ്ദേഹം ചെയ്തത്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ ജയരാജേട്ടൻ വളരെ മനോഹരമായൊരു കഥാപാത്രം ചെയ്തു. ഒരു ചായക്കടക്കാരെന്നുള്ള കഥാപാത്രം വളരെ, അതുപോലെ ഇന്ദ്രൻസന്റെ കൂട്ടുകാരൻ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലും വളരെ മനോഹരമായിട്ട് തന്നെ അത് തന്മയത്തോടെ തന്നെ ചെയ്തിരിക്കുന്നു. അതുപോലെ സൗമ്യ മാവേലിക്കര ഇതിന് ഏറ്റവും ആപ്റ്റായ ഒരാളെന്ന് തന്നെ പറയണം. കാരണം ഒരു താഴേക്കിടയിലുള്ള ഒരു കുറേ ആൾക്കാർ ജീവിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടെ ഒരു വീട്ടമ്മ എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ല ആ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെയാണോ അത് ഹാൻഡിൽ ചെയ്യുന്നത്, അത് അതുപോലെ തന്നെ നമ്മൾ കണ്ടുവരുന്ന സാധനം വരച്ചു വെച്ച പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഉണ്ണിച്ചേട്ടനും എൻ്റെ വീട്ടിൽ വന്ന് ആദ്യം എന്നെ പരിചയപ്പെടുന്നത് ഞാൻ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കുമ്പോഴാണ്. അദ്ദേഹത്തിനെ എന്നെ പരിചയപ്പെടുന്നത് മ്യൂസിക് ഡയറക്ടറാണെന്ന് ഞാൻ ഓർത്ത് സ്റ്റണ്ട് മാഷാണെന്ന് ആദ്യം വിചാരിച്ചത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ എൻ്റെ പാട്ട് കേട്ടപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിന് വളരെ നല്ല കഴിവുള്ള ഒരാളാണെന്ന് മനസ്സിലായി. അപ്പോൾ സംഗീതമായിട്ട് വളരെ, അതുപോലെ അതിൻ്റെ ആ മ്യൂസിക് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് വേറൊരു തലത്തിൽ തന്നെ മലയാള സിനിമയിൽ വലിയൊരു തലത്തിലോട്ട് അദ്ദേഹം എത്തും ഉറപ്പാണ്. കാരണം കുറേ നാളായിട്ട് പല സ്ഥലത്തും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു അവസരം കൊടുത്തപ്പോൾ നർമ്മതി ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്.
അതുപോലെ വിനോദ് ബോസ് വളരെ മനോഹരമായ ഒരു എസ്ഐയുടെ വേഷം വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വളരെ മനോഹരം പറയാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ മമ്മൂക്കായുടെ മകൻ എന്നറിയപ്പെടുന്ന അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് ആദ്യമായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്ന പറഞ്ഞ് വിശ്വസിക്കാനേ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് സാധാരണ നമ്മൾ ലൊക്കേഷൻ ചെല്ലുമ്പോൾ എല്ലാവരും പറയുന്നത് എനിക്ക് ഡയലോഗുള്ള ഇത് വേണം, ഡയലോഗുള്ള ഇത് വേണം. ഇദ്ദേഹത്തിനോട് പറയും എനിക്ക് ഡയലോഗുള്ള വേണ്ട, എനിക്ക് ഡയലോഗുള്ള വേണ്ട, എനിക്ക് ഡയലോഗുള്ള വേണ്ടതേ പറയും. എന്നിട്ടും ചെയ്ത ഭാഗം പക്ഷെ പേടിച്ചാണ് ചെയ്തതെങ്കിൽ ആദ്യമായിട്ട് ഞാൻ പേടിച്ചു പോയി. അദ്ദേഹത്തിന് ചെറിയ പേടി, ഞങ്ങളൊക്കെ പേടിയുള്ള ആൾക്കാരെ. പക്ഷെ ആ പേടിച്ച് ചെയ്തത് സാധനം തന്നെ വളരെ നന്നായിട്ട് ആ പ്രസൻസ് ഒരു എസ് ഐ വന്ന് ഇറങ്ങി നിൽക്കുന്ന ആ ഒരു ഇത് അത് കൈകാര്യം ചെയ്ത രീതിയൊക്കെ വളരെ ആരും പറയില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് പറയും പേടിച്ചാണ്, പക്ഷെ പേടിച്ച് ചെയ്താന്ന് ഒരിക്കലും പറയില്ല. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. എല്ലാവരും സിനിമ കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 സെറ്റോളം ഇട്ടിട്ടുണ്ട്. ഒന്ന് ജാഫർക്കയുടെ വീട്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ഒരു ചേരിയിലെ ഒരു വീട്, ജാഫർക്കയുടെ കഥാപാത്രം അതാണ്. കാരണം ഒരു പൈന്റിന് വേണ്ടി ആക്രി പെറുക്കി ജീവിക്കുന്ന ഒരാളാണ്. പൈന്റിന്റെ പൈസ കിട്ടുമ്പോൾ പണി നിർത്തും. അതുകൊണ്ട് വീടോ ഒന്നും പ്രശ്നമല്ല. മേളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്ന ക്യാരക്ടറാണ്. അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഹൈ സ്റ്റാൻഡേർഡിലോട്ട് പോകുന്നുണ്ട്. ആ ഒരു വേരിയേഷനും ആ ഒരു ക്യാരക്ടറിന്റെ വേരിയേഷനും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതൊരു സെറ്റിടുകാരൻ അദ്ദേഹത്തിന്റെ വീട്. അതുപോലെ ഇന്ദ്രൻ സാറിന്റെ ആല, അത് വളരെ മനോഹരമായ സെറ്റ് വർക്കിലൂടെ ചെയ്തു. അത് ഇവിടെ ആർട്ട് ഡയറക്ടറാണ്, ഇവിടെ ഇല്ല, ജീവൻ. വളരെ മനോഹരമായ ഒരു ആർട്ട് ചെയ്തു. കാരണം ഒരു ഒറ്റ ദിവസത്തെ ഗ്യാപ്പിൽ തന്നെ ഒരു പഴയ വീട് പുതിയ വീട്ടിലോട്ട് മാറ്റമായിരുന്നു. അതൊക്കെ വളരെ തന്മയത്തോടുകൂടി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ മുകേഷ് ഏട്ടൻ, കൺട്രോളർ, എല്ലാവരും വളരെ ഈ കൂട്ടായ്മയെല്ലാം എനിക്ക് ഒരാളെ തള്ളി പറയേണ്ടി വന്നിട്ടില്ല. എല്ലാവരും നന്നായിട്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ച അപ്പുറത്ത് എൻ്റെ കൂടെ നിന്ന് വിജയിപ്പിച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും സിനിമ കാണണം, വിജയിപ്പിക്കണം. താങ്ക് യു. ഞാനിതിനകത്തൊരു ചായക്കടക്കാരൻ്റെ വേഷമാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ചെയ്ത 90% സിനിമകളിലും ചായക്കടക്കാരൻ തന്നെയായിരുന്നു. ഇതിനകത്തൊരു ചായക്കടക്കാരനാണ്. ഈ ഒരുമ്പെട്ടെന്ന പടം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമ്പെട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. മാഡം പറഞ്ഞ മാതിരി നിങ്ങളെ ക്യാമറ കണ്ണുകൂടെ വേണം പ്രേക്ഷക മനസ്സിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ. അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിച്ചു. ഞാൻ മൈക്ക് സിനിമ കാണുമ്പോഴറിയാം. അതല്ലേ ഈ പേരിനാണ് നിങ്ങൾ ചോദിക്കാൻ എല്ലാവരോടും പറഞ്ഞു ഒരുമ്പെട്ടവൻ എന്താ. അപ്പൊ അങ്ങനെ ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ പോയില്ലേ ഒരുമ്പെട്ടവൻ എന്താ. അപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് കണ്ടിട്ട് ഒരുമ്പെട്ടവൻ്റെ അതിനെക്കുറിച്ച് സംസാരിക്കും. പിന്നെ അതാണ് ഒരുമ്പെട്ടവൻ്റെ അർത്ഥം മനസ്സിലായാണല്ലേ എല്ലാവർക്കും. എല്ലാം നമ്മൾ പറഞ്ഞില്ലേ, എല്ലാം ചെയ്ത് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സാഹചര്യവശാലൊക്കെ ഒരുമ്പെട്ട് ഇറങ്ങൂലേ ഞാൻ ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. എന്തൊരു സംഭവം. അതിനകത്ത് ആരാണിത് ഒരുമ്പെട്ടേക്കണം എന്നുള്ള കാര്യം 3-ാം തീയതി കഴിയുമ്പോൾ അറിയാം. 3-ാം തീയതി അറിയാം. അതൊക്കെ പൊതുവെ നമ്മൾ റിയൽ ലൈഫിൽ ഒരുമ്പെട്ടവൻ എന്നുള്ളൊരു പദമാണ് ഉപയോഗിക്കുന്നത്. ഒരുമ്പെട്ടവൻ അങ്ങനെ അധികം ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കത്തില്ല. അപ്പം ഈ ഒരു സിനിമയിൽ അപ്പൊ അതിന് എത്രത്തോളം എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരുമ്പെട്ടവനാണായിരിക്കും സൈഡിലേക്ക് പോകുന്നില്ല. ഒരുമ്പെട്ടവൻ നമ്മൾ പേര് കൊണ്ടിട്ടില്ല, ഒരുമ്പെട്ടവൻ. അപ്പം ഇതിനകത്തുള്ള സ്ത്രീ ആ കുട്ടിയോ അപ്പനോ ഒന്നുമല്ല, ഒരാണായിരിക്കും ഇതിനകത്ത് ഒരുമ്പെട്ട. ചിലപ്പോൾ എന്തായിരിക്കും അല്ലെങ്കിൽ അങ്ങേറ്റത്തിരിക്കുന്ന മാമുക്കായക്കാരുടെ മോനായിരിക്കാം, അല്ലെങ്കിൽ ബോസ് വിനോദ് ബോസായിരിക്കാം. അതിന് ഇവിടെ പറ്റില്ല. പിന്നെ ഞാനായിരിക്കാം. പിന്നെ അങ്ങനെയൊക്കെ പോകും. അപ്പോൾ ഇതിനകത്ത് വരാത്തയാളുണ്ട്, ജോണി ആൻഡിച്ചേട്ടനുണ്ട്, പിന്നെ കോഴിക്കോട് സുധീഷ് സാറുണ്ട്, പിന്നെ ഇങ്ങനെ ഇന്ദ്രൻ ചേട്ടനുണ്ട്. ഇതിലാരെന്നുള്ള ആയിരിക്കും നമുക്ക് അന്ന് തീരുമാനിക്കാം. ക്രൈമുണ്ട്, നല്ല ഇൻവെസ്റ്റിഗേഷനുണ്ട്, നല്ല ഗാനങ്ങളുണ്ട്, നല്ല പശ്ചാത്തലമുണ്ട്, നല്ല
നല്ല രസകരമാണ് കാണാനൊക്കെ ആയിട്ട് ഇവിടെ എടുത്തു വെച്ചേക്കണേ ഫോട്ടോഗ്രാഫിയൊക്കെ. അതൊക്കെ കാണുമ്പോൾ ഒന്ന് പറയാം. അതിലിപ്പോൾ വേറെ ആൾക്കാരുടെ ജഡ്ജ്മെൻ്റ് ഒന്നും വേണം. നമുക്ക് സിനിമയിലൊക്കെ ഉള്ളവർക്കായിരുന്നു ഒരു ഫ്രെയിം കണ്ടു കഴിയുമ്പോൾ നല്ലതാണെന്ന് നമുക്ക് തന്നെ അറിയാനുണ്ട്. ആ ഭാഗമൊക്കെ ക്ലിയറാക്കി നമുക്ക് പറയാം. എല്ലാം ഉള്ളത് എല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ സംഭവമാണ്. അത്യാവശ്യം കോമഡി ഉണ്ട്, ഇതൊക്കെയുണ്ട്. പൊതുവായിട്ടൊരു വലിയ സംഭവം നടക്കുന്നുണ്ട്. അത് പ്രശ്നം. ഡയാന ഇപ്പം തുടക്കം ഡയറക്ടർ ഡയാനയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഡയാനയുടെ അഭിനയം കണ്ടിട്ട് എങ്ങനെ അഭിനയിച്ചു എന്ന് അത്ഭുതപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ അന്നേരം എന്താ തോന്നിയത്? അതേപോലെ സിനിമയിൽ ഡയാനയുടെ കഥാപാത്രം എങ്ങനെയാണ് ചെയ്തത്? സത്യം പറഞ്ഞാൽ അങ്ങനെ പറയണമെന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ച്. അങ്ങനെയല്ല, എൻ്റെ ക്യാരക്ടറിന്റെ പേര് ധന്യ രമേശൻ എന്നാണ്. ഇതിൽ രമേശൻ എന്നുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് സുധീഷേനാണ്. അപ്പം ഞങ്ങളുടെ മകളായിട്ടാണ് കശ്മീര അഭിനയിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് പൊതുവെ ഇതുപോലുള്ള റോൾസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ ഈ ക്യാരക്ടർ കുറച്ച് ഒരു മിഡിൽ ക്ലാസ് ഭാര്യയാണെങ്കിൽ കൂടി എന്താ അമ്മയാണെങ്കിൽ കൂടി കുറച്ച് അംബീഷ്യസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ മകള് എല്ലാ രീതിയിലും സ്കൂളിൽ കൾച്ചറൽ ആക്ടിവിറ്റീസിലായിക്കോട്ടെ പഠിത്തത്തിലായിക്കോട്ടെ മുന്നോട്ട് വരണം എന്നൊക്കെ അമിതമായി ആഗ്രഹിക്കുന്ന, അതിന് വേണ്ടി മോളെ ഇങ്ങനെ ഭർത്താവിനോടൊക്കെ പറയുകയോ മോളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നൊക്കെ പറഞ്ഞൊരു പുഷ് കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ കുറച്ചൊരു ഹോട്ടി ലേഡി, ഒരു വൈഫായിട്ടാണ് വരുന്നത്. അപ്പോൾ അതായിരിക്കും സാറ് പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്നെ ക്യാരക്ടർ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും ഡയറക്ടേഴ്സിൻ്റെ ഒരു വലിയൊരു മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടൊരു ഹെൽപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ ചീഫ് അസിസ്റ്റന്റ് രാഹുലേട്ടനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഗൈഡൻസോട് കൂടി മാക്സിമം പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഐ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പോൾ അതാണ് സാറ് പറഞ്ഞത്. ഇപ്പം ജാഫ്രൊക്കെ പറഞ്ഞതുപോലെ ഇതിൽ ക്രൈമുണ്ട്, ഒരു ഫാമിലി പശ്ചാത്തലത്തിൽ പോകുന്ന കഥയുണ്ട്, നല്ല പാട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു മൂവിയാണ്. എൻ്റർടൈൻമെൻറ്റ്സിലെ എല്ലാ എലമെൻസും വന്നു ചേർന്നിരിക്കുന്ന ഒരു പടമാണ്. ഒരു സിംഗിൾ ജോണറായിട്ട് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സിനിമയാണ്. ഇപ്പം നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളത് റീൽസിലൂടെയാണ്. അപ്പം റീൽസിൽ കണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാൻ പറ്റുമോ? എങ്ങനെയാണ് ക്യാരക്ടർ? അത്രയ്ക്ക് വലിയ എക്സ്പ്രഷൻ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഒരു സാധാരണ ഒരു വീട്ടമ്മ, അപ്പം ഒരു എന്താ പറയാ, സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആ ഒരു വീട്ടമ്മയുടെ റോള് ചെയ്തു. എന്താ പറയാ, അതില് നമ്മുടെ അയ്യപ്പ വിജയൻ ചേട്ടന്റെ വൈഫായിട്ടാണ് അവതരിപ്പിച്ചേക്കുന്നത്. വളരെ നല്ല സന്തോഷം. ചെറിയ പടങ്ങളൊക്കെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നത്. ഇപ്പൊ റീസെന്റ് ഇപ്പൊ മാർക്കോടെ കൂടെ ഇറങ്ങിയ ചെറിയ പടങ്ങളൊന്നും അധികം ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത് ഇപ്പോ റിലീസിനെ ബാധിക്കുന്നു വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന പടമെല്ലാം വിജയിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. മാർക്കോ കീർക്കോ എന്ന് പറഞ്ഞാൽ ഒന്നല്ലല്ലോ നമ്മുടെ വിഷയം. മാർക്കോ അതിൻ്റെ രീതിയിൽ അത് വിജയിച്ചു, അതിൻ്റെ ഇപ്പുറത്ത് വേറെ പടം വിജയിച്ചു പോണേ, മറ്റേ ഈ പടം വിജയിക്കണേ, ഞങ്ങളുടെ പടവും വിജയിക്കണേ, എല്ലാ പടവും വിജയിക്കണേ. ഇൻട്രസ്റ്റ് പോലും നിങ്ങളെ ഈ തോക്ക് പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും. ഇത് നശിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാം പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് വിജയിക്കണം അതിനകത്ത് അതിറങ്ങിയെന്ന് പറഞ്ഞ് നമ്മളിപ്പം അതിറങ്ങിയെന്ന് പറഞ്ഞ് ആ പടം ഇറങ്ങി, അപ്പോൾ അത് മേടിച്ച് അത് നമ്മൾ വിജയിക്കുകയല്ല. അപ്പോൾ നമുക്ക് 2 മാസം മാറ്റാം. ആ 2 മാസം കഴിഞ്ഞ് മാറ്റുമ്പോൾ വേറെ ഇതിലും വലിയൊരു പടം വന്നാലും അപ്പോൾ ഈ പുള്ളി മാറ്റിക്കൊണ്ടിരുന്ന മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് അതാണ് നമ്മൾ ജനങ്ങളോട് അപേക്ഷിക്കുന്നുണ്ട്, നിങ്ങളോട് അപേക്ഷിക്കുന്നുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വിജയിക്കാൻ വേണ്ടി. അതേ ഉള്ളൂ. അങ്ങനെയല്ല എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ വേറെ പടം ഇറങ്ങിയെന്ന് പറഞ്ഞ് ഭീഷണി മറ്റേ നമുക്ക് ഇതെല്ലാം ഗുണ്ടായ സിനിമ അറിയിട്ടുണ്ട്. അല്ല അങ്ങനെയൊക്കെ ചുമ്മാ പറയുന്നത്. പടം നല്ലതാണ് കാണുന്നത്. പടം നല്ലതായിരിക്കണം. ഈ ഇറങ്ങുന്ന ഒരാൾ കണ്ടിട്ട് അങ്ങനെയല്ലേ, അല്ലാതെ നമ്മൾ ഒരു കണ്ണടച്ച് വിളിച്ചേച്ച് ആ പടം കൊള്ളാവും, ആ പടം നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മൾ ഔട്ടെടുത്ത് കൊടുത്തേച്ച് മറ്റുള്ളവർ പബ്ലിസിറ്റി വരുന്നു. ആരെങ്കിലും കാണും, കണ്ടു കഴിഞ്ഞിട്ട് മോനോട് ഒന്ന് പറയുന്നു ആ പടം കൊള്ളാൻ കേട്ടോ. അപ്പോൾ മോനൊന്ന് കാണാൻ തയ്യാറാവും, മോൻ 2 പേരോട് പറയുന്നു. അങ്ങനെയല്ലേ പബ്ലിസിറ്റി പോകുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ നിങ്ങളെങ്കിലേ പടം ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം പറയില്ല, കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയുക, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയുക. കൊള്ളാവുന്ന പടത്തിനെ കൊള്ളില്ല എന്ന് നിങ്ങളാക്കരുത്, കൊള്ളില്ലാത്ത പടത്തിനെ കൊള്ളാവുന്ന ആക്കരുത്. അവിടെ കാണിക്കുന്ന മാധ്യമ പ്രവർത്തനം അങ്ങനെ ആയിരിക്കണം, കറക്റ്റായിരിക്കണം പറയുന്നത്.
ഇല്ല, അതിനൊക്കെ വിമർശനം എന്തോരം ഉണ്ടാകാം. പലരും കയറി അതിനെ കൊള്ളില്ലാത്തെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതന്നെ പറയുന്നത്. നല്ലതാണ് ചെയ്തു വെച്ചത്, നമുക്കൊരു ബോധ്യമുണ്ട്, അത് സമർപ്പിക്കുക. അപ്പം നിങ്ങളെ പോലുള്ള ഒരു വിമർശന പരിപാടി വിമർശിച്ചത് ചെയ്തേക്കണം. അതേ ഉള്ളൂ. പേടിയൊന്നുമില്ല. എന്തിനാ പേടിക്കുന്നത്? ആരും പേടിച്ചു സ്റ്റാർ മെറ്റീരിയൽ, സാറ്റുറേറ്റ് വാല്യൂ, അതൊക്കെ ഒരു പടത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഏതെന്ന്? സാറ്റലൈറ്റ് വാല്യൂ, സ്റ്റാർ വാല്യൂ. അതൊന്നും പറയാൻ എനിക്കറിയാൻ പറ്റില്ല. സാറ്റലൈറ്റ് വാല്യൂ, സ്റ്റാർ വാല്യൂ ഒന്നും വെച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്. നമ്മളെ വിളിച്ചു ഒരു 5 ദിവസം വിളിച്ചു, 10 ദിവസം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെന്നിട്ട് ആദ്യം തന്നെ അവരോട് സാറ്റലൈറ്റ് വാല്യൂ ഉണ്ടോ, സ്റ്റാർ വാല്യൂ ഉണ്ടോ ഞാൻ തിരക്കാറില്ല. ഞാൻ ചില്ലറ മേടിക്കും, എൻ്റെ വീട്ടിൽ കൊണ്ട് അരി മേടിക്കും. ആ പരിപാടിയാണ്. അത് എൻ്റെ ആധികാരികത അവിടെ അറിയാം. അത് പ്രൊഡ്യൂസറോട് ചോദിക്കേണ്ടി വരും. സിനിമയെ സംബന്ധിച്ച് നമ്മളോട് ചോദിച്ചു. അവൻ്റെ ചോദ്യമൊക്കെ അടിപൊളി ചോദ്യമാണ്. നീ നല്ല സ്റ്റൈലായിട്ടാണ് ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് അറിയാൻ പാടില്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോറിയെ സംബന്ധിച്ച് മലയാള സിനിമയിൽ ഇവർ രണ്ടുപേരുമാണ് ഇതിന് ആക്ട്. ആ സ്റ്റോറി അതാണ്, ഇത് ഏറ്റവും പ്രധാനമായ സ്റ്റോറിയാണ്. ആ സ്റ്റോറി ഇന്ദ്രൻസെനും ജാഫർക്ക് മാത്രമേ അതിൻ്റെ സിനിമ കണ്ടു കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. എൻ്റെ കാസ്റ്റിംഗ് ഇതാണ്, ആ സ്റ്റോറിക്ക് അനുയോജ്യമായ ഒരു കാസ്റ്റിംഗ് ചെയ്തത്. ഇവരല്ലാതെ വേറെ ആരും ചെയ്താലും അത് അത്ര എക്കില്ല. അതിൻ്റെ ഇവരുടെ ഷേപ്പും ഇവരുടെ പ്രായവും ഇവരുടെ എല്ലാം അത് ഓക്കെ. അതുകൊണ്ടാണ് അങ്ങനെ കാസ്റ്റ് സെറ്റ്. ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻസേട്ടനും ഞാനും ഒരു വൃക്ഷമാണെങ്കിൽ അതിൻ്റെ ശിഖരങ്ങളാണ് മറ്റുള്ള സപ്പോർട്ടിങ് ശിഖരം വേണമല്ലോ, അല്ലെങ്കിൽ മരം നിലനിൽക്കുള്ളൂ. അങ്ങനെയുള്ളൂ. അങ്ങനത്തെ ഏത് പടം എടുത്താൽ അങ്ങനെയുള്ളൂ. ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും നായകൻ, നായിക, വില്ലൻ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എൻ്റെ ശിഖരമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ കൂടുമ്പോഴാണ് ചായത്തിൻ്റെ പിള്ളേർ നന്നായിട്ട് ചായ കൊണ്ടെത്തുമ്പോൾ പടത്തിന് വാങ്ങി പ്രൊഡക്ഷൻ പോയി എല്ലാം കൂടെ കൂടുകെട്ടി മറിയുന്ന എൻ്റെ സിനിമ. അതിനകത്ത് എന്തെങ്കിലും വിവേചനം ഉണ്ടോ? എല്ലാവരും കൂടെ കൂടുമ്പോഴാണ് ഇത് വലുതാവണം. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് പോസിറ്റീവുകൾ പോയിക്കൊണ്ട് സഞ്ചരിക്കാനേ. അതേപോലെ നമ്മുടെ ഇന്ദ്രൻസേട്ടൻ ഇപ്പോൾ സൂര്യയുടെ കൂടെയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യ 45 ആണ്. അറിഞ്ഞിട്ടുണ്ടായിരുന്നു? അതുകൊണ്ടല്ലേ ഇതിന് വരാതിരുന്നത്. അവിടുന്ന് വരാൻ എന്തായാലും നിവൃത്തി വേണ്ടേ? നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നു മറ്റേ ഈ ഒരു സമയത്തിൽ വന്നിട്ട് പണ്ടെന്ന് 2 ദിവസം കൊണ്ടുകൂടെ പോകും. അവിടെ ഒന്നും അത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുമോ? അതായത് വല്ല കോമ്പിനേഷനൊക്കെ ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റാത്തൊരു ദുഃഖമുണ്ട്. പക്ഷേ സന്തോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അന്യ സംസ്ഥാനം പഠനം ചെയ്യുന്നു, വലിയൊരാളുടെ കൂടെ സിനിമ ചെയ്യുന്നു. അപ്പം അതിനുള്ള സന്തോഷമുണ്ട്. ഈ ദുഃഖം അവിടെ ഞങ്ങൾ സന്തോഷിച്ചു തീർക്കും. ഞാൻ തമിഴ് സിനിമ ചെയ്തു കണ്ടിട്ട് ഞാൻ നയൻതാരയുടെ കൂടെ പടം ചെയ്തിരിക്കാനുള്ള അത് അപ്രോച്ച് ചെയ്യില്ല. ഞാൻ അപ്രോച്ച് ചെയ്ത പടം പറയണോ? വലിയ പടമാണ് ഓക്സിജൻ. അതൊക്കെ കൊറോണ സമയത്ത് നീ ഉണ്ടോ? അപ്പോൾ അതങ്ങനെ അത് പിന്നെ അത് കൂടാതെ ഇപ്പോഴേ 3-4 അപ്രോച്ച് നടന്നിട്ട് നമ്മൾ ഇവിടെ അപ്രോച്ച് കൂടുതലായതുകൊണ്ട് അതെടുക്കാൻ പറ്റാതെ നമ്മൾ അങ്ങനെ തട്ടിയും കുട്ടിയൊക്കെ ഇരിക്കുക. അതാണ് സംഭവം. നീ അറിയാതെ ചോദിച്ചു. ഓക്കെ ജീവിട്ടുള്ളൂ കേട്ടോ. എനിക്കുള്ള കറങ്ങ ഇനി എന്നെ കഴിക്കല്ലേ? ഇനി നിസാർക്കാർക്ക് ബൈക്ക് കൊടുക്കും. നിസാറിന്റെ ഡയലോഗ് വേണ്ടെന്ന് പറഞ്ഞു. നീ ചോദിച്ചാൽ ചിലപ്പോ ഡയലോഗ് വേണ്ടെന്ന് പറയുള്ളൂ. ഡയലോഗ് വേണ്ട പറയും. നമുക്ക് സാറിന്റെ മകനാണ്. സിനിമയിൽ ഇപ്പൊ പൊതുവെ നടന്മാരെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്സ് പാർട്ടിയെ ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് സിനിമ ഇറങ്ങുമ്പോൾ. ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ മാർക്കോയാണെങ്കിലും തുണ്ണി മുന്തൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നു. ചേട്ടൻ ഓൾറെഡി ഓൾറെഡി സിനിമയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ പുതിയതായിട്ട് വീണ്ടും സിനിമയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് നേരിടാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഇത് വരുമെന്ന് തോന്നുന്നു? എനിക്കോ? പുതിയതായിട്ട് വരുന്ന ആളുകൾ ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞത് എന്താന്ന് പറയാം നേരത്തെ. അത് ഈ തല്ലിപ്പൊളി മതവികാരമുണ്ട്. മമ്മൂക്കന്റെ പടം വരുമ്പോ എതിർത്ത് മൈമുട്ടി എന്നൊക്കെ പറയുമ്പോൾ മമ്മൂട്ടിനെ കളിയാക്കിട്ടൊക്കെ പറയും. ഉണ്ണിമുകുന്ദനെ പറ്റി പറഞ്ഞൊരു സാധനം ഇപ്പോ ഈ സിനിമ വന്നപ്പോ നല്ല പടം മാർക്കോ എല്ലാവരും പേര് മാർക്കോ നല്ല പടാന്ന് എല്ലാവരും പറയുമ്പോൾ അതിലും കമന്റ് എന്ത് വരുന്നുണ്ട്? അതൊരു തല്ലിപ്പൊളി രാഷ്ട്രീയം ഉണ്ട് അതിന്റെ വേക്കില്. അത് ചെയ്യാൻ പാടില്ല. ഒരു 10-200 പേര് നല്ല ഭംഗിയിൽ ജോലി ചെയ്യുന്ന ഒരു സംരംഭം ഒരു സിനിമ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരു 10-200 മേലെ കുടുംബം ജീവിക്കും. ഈ പ്രൊഡ്യൂസർക്ക് 10 രൂപ തിരിച്ചു കിട്ടിയാൽ അയാൾ വീണ്ടും പടർക്കുമ്പോൾ ആ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകും. ഈ കണ്ട തല്ലിപ്പൊളി കൂറകൾ കിട്ടുന്ന മെസ്സേജുകളൊക്കെ ഉണ്ടല്ലേ, ഈ കമന്റുകളൊക്കെ
അതൊക്കെ ഒരു വ്യവസായമാണ് നശിക്കുന്നത്. ഉണ്ണിമുകുന്ദനും കുറച്ച് ശ്രദ്ധിക്കണം. ഉണ്ണിമുകുന്ദന് രാഷ്ട്രീയം ഒരു കലാകാരന് രാഷ്ട്രീയം പാടില്ല. രാഷ്ട്രീയം പറ്റും, ഒരു ഹാർഡ് കോർ രാഷ്ട്രീയം എങ്ങനെ വിളിച്ചു വരണമെന്നും പാടില്ല. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കേണ്ടത്. എനിക്കെന്തായാലും ഇവിടെ വരച്ച് ഇന്ന് കുഴിച്ചിട്ടുണ്ട്, ആർക്കും ദിവസം വെച്ചൊരു കാര്യമുണ്ടോ. അപ്പൊ ഉണ്ണിമുകുന്ദൻ ചില സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കുമ്പോഴാണ് തിരിച്ചിങ്ങനെ തരുന്നത്. അപ്പൊ ആ സിനിമയാണെന്നല്ല ഒരു സിനിമനെ നശിപ്പിക്കാൻ പാടില്ല. ഉണ്ണിമുകുന്ദന്റെ ക്യാരക്ടറല്ല സിനിമ. ഇഷ്ടമുള്ളവർ കാണാൻ പോവാ, എല്ലാത്തവരും കാണണ്ട, നല്ലതാണെങ്കിൽ കാണാം, കഴിയുന്നതും നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കാം. ഇപ്പൊ ഈ സിനിമനെ പറ്റും പറയണത് അതല്ല. ഈ സിനിമ നാട് നെട്ടിച്ച ഒരു വാർത്ത ഈ സിനിമന്റെ ഒരു ഭാഗമായിട്ടുണ്ട്. കഴിഞ്ഞുപോയി. ഇനി നാളെ നടക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യം കണ്ടാലും അന്ന് സംഭവിച്ചതിന്റെ ശേഷം നടക്കുന്ന സാഹചര്യം കണ്ടാലും ഇനിയും അത് സംഭവിക്കും. ഒരുപാട് തവണ സംഭവിക്കും കേരളത്തിൽ. അങ്ങനെ ഒരു സന്ദേശം ഈ സിനിമയിലുണ്ട്, വലിയൊരു സന്ദേശം സിനിമയിലുണ്ട്. കഴിഞ്ഞു പോയത് ഇനി വരുന്ന ഏകദേശം ഒക്കെ ഒരു ഉറപ്പുള്ള സാധനം. ഞാൻ ആ കേസിലൊക്കെ പെട്ടവരിപ്പോൾ തടിച്ചു കൂർത്ത് ജയിലിൽ കിടക്കുക. അപ്പൊ ഇനിയും തടിക്കുക, ആളുകൾക്ക് ഇതൊക്കെ ചെയ്യുകയും ചെയ്യുക. അതിനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് അങ്ങനെ സന്ദേശം സിനിമയിലുണ്ട്. പിന്നെ പറഞ്ഞില്ലേ മതവികാരം സിനിമ. അതായത് ഈ അദ്ദേഹം പറഞ്ഞ കൂട്ടത്തില് ഞാൻ കുറച്ചു മുമ്പ് എല്ലാ ചാനലിലും എല്ലാ കൊണ്ടും എപ്പം വിളിച്ചാലും പറയുന്ന ഒരു വാചകമാണ്. അതിപ്പം നമ്മൾ മാറ്റിമറിക്കാൻ പറ്റിയല്ല. ഇപ്പൊ ഈ സിനിമയുടെ കാര്യം പറഞ്ഞില്ല, അദ്ദേഹം ഒരു സിനിമ ചെയ്തു. അത് ചെയ്തതിനകത്ത് എന്താണെന്നുള്ള കാര്യം അവർ കാണുന്നവർ കണ്ടെത്തി. ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിനകത്ത് ജാതി, മതം, ദേശം, ഭാഷ, രാഷ്ട്രീയം ഇതൊക്കെ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത ആൾക്കാർ കാണിക്കുന്ന ഒരു പരിപാടിയാണ്. വിവരമുള്ളവരങ്ങനെ കാണിക്കുന്നത്. കാരണം എത്ര ആളുകൾ, ഏതൊക്കെ മതത്തിലുള്ളവർ, ഏതൊക്കെ ആൾക്കാർ, ഏത് രാഷ്ട്രീയക്കാരൊക്കെ 10-200 പേര് കൂടി ചെയ്യുന്ന അതിനകത്ത് അവർക്കില്ലാത്ത രാഷ്ട്രീയമല്ലേ ഈ കാണുന്നവർക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങളൊക്കെ സിനിമ ചെയ്യുമ്പോഴത്തേക്കും പല ചായ കൊണ്ടെത്തുന്ന ഇറക്കം ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടാൽ അയ്യോ എനിക്ക് മറ്റേ എൻ്റെ ചായ വേണം അങ്ങനെ പറയാൻ പറ്റും. അത് പറയാൻ പറ്റിയാൽ ഒരു രാഷ്ട്രീയക്കാരൻ അവൻ മറ്റേ രാഷ്ട്രീയക്കാരനാണ്. ഇതെല്ലാം കൂടെ മേടിച്ച് ഇവൻ ഞണ്ണിയേക്ക് ഇവൻ കുറ്റം പറയുന്നു. അങ്ങനെ ഞണ്ണിയേക്ക് കുറ്റം പറയുന്നത് അവിടെ പല ആൾക്കാരുമാണ്, പല തൊഴിലുകളാണ്. അവിടെ നിന്ന് ഔട്ടിറങ്ങുമ്പോഴത്തേക്കും പടം പറയുമ്പോഴത്തേക്കും ഈ ചീഞ്ഞ വർത്താനം പറയുന്നത് ഒരു ഇല്ലാത്ത ഉണ്ണിമുകുന്ദൻ്റെ പടത്തിനകത്ത് അത് കൊള്ളിയാണെങ്കിൽ അത് പരസ്യമായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നിങ്ങളതൊന്നും മരിച്ചു കിട്ടരുത്. അതിനകത്ത് നിങ്ങൾ സത്യസന്ധതയുടെ കൂടെ ആയിരിക്കും. ഇവിടെ പണം അറിയിക്കിട്ട് അയാളുടെ രാഷ്ട്രീയത്തെ വെച്ചിട്ടും അത് നോക്കാണ്ട് മരിച്ചു. അതൊന്നും കൊള്ളയാത്ത പരിപാടിയാണ്. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. അപ്പം നന്മ വരും. ഇപ്പോൾ ചീഞ്ഞളഞ്ഞ കേസും പറഞ്ഞുകൊണ്ട് ഓക്കെ എന്നാ ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത്തരത്തിലുള്ള പടത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം സിനിമ ചെയ്യണം, മക്കളെ അഭിനയിക്കണം ഇതൊക്കെ തോന്നാനുള്ള ഒരു കാരണം. മക്കളെ വെച്ച് അഭിനയിക്കാൻ വേണ്ടിയല്ല, എനിക്കൊരു സ്റ്റോറി ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. ആ സ്റ്റോറി ഒരു മണിക്കൂറോടെ ഞാൻ എഴുതിയതാണ്, ഒരു ത്രെഡ്. അപ്പോൾ ആ ത്രെഡ് ഡെവലപ്പ് ചെയ്ത് വന്നപ്പം അതിനകത്ത് ഈ ഏജിലുള്ള ആൾക്കാർ വേണം. അതുകൊണ്ടാണ് അങ്ങനെ ആയി വന്നത്. ആ ത്രെഡ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ അവരൊക്കെയായിട്ട് സംസാരിച്ച് ഡെവലപ്പ് ചെയ്തു, ഇദ്ദേഹമായിട്ട് എഴുതി. ഇതായി വന്നപ്പോൾ ആ ക്യാരക്ടർ റോളിൽ 2 കുട്ടികൾ വേണം. അപ്പോൾ എനിക്ക് മക്കളുള്ളപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഒരാളെ വേറെ എടുക്കില്ലല്ലോ. അപ്പോൾ എൻ്റെ മോളും അതിനകത്ത് അഭിനയിച്ചു. അതാണ് ഈ അണിയും ക്ലൈമാക്സ് കഴിക്കാൻ വേണ്ടല്ല ആളിനെ വിട്ടുപിടിച്ചല്ലേ. ആ ആളിനെ ഞാൻ പറയില്ല, അത് നെറ്റിയ സാധനം തന്നെയാണ്. ആ 3-ാം തീയതി ആ സംഭവം എന്താണെന്ന് അറിയണമെങ്കിലും സിനിമ കാണണം. 3-ാം തീയതി വരെ വെയിറ്റ് ചെയ്താലേ അതറിയാൻ പറ്റുള്ളൂ. അതൊരു ട്വിസ്റ്റാണ്. ഒരു ട്വിസ്റ്റല്ല, 2-3 ട്വിസ്റ്റുകൾ നടക്കുന്നുണ്ട് ഇതിനകത്ത്. അതിൽ 2-3 അത് കുറുക്കി കൊള്ളുന്നത് തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് കണ്ടുപോയി നമ്മൾ മുറുകി അവസാനത്തേക്ക് വന്ന് വലിയൊരു മുറുക്കത്തിലോട്ട് പോകുന്ന സാധനമാണ്. ആ മുറുക്കങ്ങൾ എന്താണെന്നും ആ ട്വിസ്റ്റ് എന്താണെന്നും അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ അതിൻ്റെ സുഖം പോകും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല, സിനിമ കണ്ടാലേ മനസ്സിലാവും. നോക്കുക എങ്ങനെ കിട്ടുമെന്ന് വേണ്ടത്. ഇതേപോലെ ഈ ക്രൈം ത്രില്ലർ പാറ്റേണിലുള്ള സിനിമകൾ ഒരുപാട് മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സിനിമകളെ വീണ്ടും ചൂസ് ചെയ്യാനുള്ള കാരണം ജനം കാണുന്നുണ്ട്. ഇപ്പൊ വാത്സല്യം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയില്ലേ, ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയില്ലേ. ഈ ലോകത്തുള്ള മലയാളികൾ മൊത്തം കരഞ്ഞ സിനിമ ആകാശദൂത്. ഇപ്പൊ മോനം കറക്കാവോ? ഇപ്പൊ കറക്കേണ്ടിയുണ്ടല്ലോ. നിന്റെ കുടുംബം ഒക്കെ വിറ്റ് കളയേണ്ടി വരും. ആരും കാണില്ല. ആ മാറിയില്ലേ? ഇങ്ങനെ കരച്ചിലും വയ്യാവരും കാണാൻ ഉണ്ടോ ആരെങ്കിലും?
ഇപ്പോഴത്തെ പിള്ളേരുടെ റൂട്ട് മാറിയില്ലേ? അത് വെച്ചിട്ടില്ല സിനിമ പോണേ. ഇപ്പൊ കാരണന്മാരുടെ സിനിമയല്ല പോണേ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞാൽ ഇപ്പൊ മൊത്തം യങ് പിള്ളേരെ ഏറ്റെടുത്തേക്കുക. ഇതെടുത്ത് പോയി അത് ആരെങ്കിലും ഉണ്ട്, ഒരാൾ മാത്രമേ ഉള്ളൂ ഒരു ശാല പ്രായമുള്ള പുള്ളി പൊട്ടയടിച്ചേക്കുക. തലപ്പതിയായിരിക്കാൻ വേണ്ട. അല്ലല്ല ബാക്കിയെല്ലാം കുഞ്ഞുങ്ങളല്ല, പിള്ളേരും സത്യങ്ങളായവരൊക്കെ കളിക്കുന്നത്. ഏത് തലമെടുക്കും സിനിമയുടെ? മീഡിയയിലൊക്കെ നോക്കുന്നത്, മീഡിയ ഒക്കെ കണ്ടോണ്ടിരിക്കാൻ ഒരു വാർത്താ ചാനലിനെ പറ്റി അത് മതി. നേരം വെളുക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് ഒന്നും കഴിക്കാതെ നമുക്ക് കാണാം. എന്തൊരു രസം അവരുടെ പ്രകടനങ്ങളും അവരുടെ ആ സെറ്റിങ്സും ഒക്കെ ഉണ്ട്. അത് മാറിയില്ല മൊത്തം. ഇപ്പൊ കാലത്തിനൊത്ത് മാറണ്ടേ? നമ്മളങ്ങനെ ഈ വാത്സല്യം പോലെയുള്ള സിനിമ, വാത്സല്യമൊക്കെ 500 ദിവസം കൊണ്ട് ഓടിയതാണ്. അത് ഇന്ന് പിടിച്ചിട്ട് കാര്യമില്ല. പിള്ളേർക്ക് ഇത്ര പിള്ളേർ വേണം. ഇതുപോലെ ചെവി പറഞ്ഞു കൊടുക്കുക നുണയോ ചോദിക്കാനായിട്ട്. നമുക്കൊക്കെ മോനാ അത് പറ. വാപ്പ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഇത് സിനിമയിൽ വരണമെന്ന്, അല്ലെങ്കിൽ വാപ്പയോട് അഭിനയിക്കണമെന്ന്? ഞാൻ അഭിനയിക്കണമെന്നോ? അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ഇപ്പൊ വരച്ചതിന്റെ സിനിമയിൽ ഇതിൽ അഭിനയിച്ച് മുന്നേ ഒരു സിനിമ ഒരൊറ്റ സീന് ഞാൻ പിന്നെ കണ്ടിട്ടൊന്നുമില്ല. എനിക്കെന്നെ പേടി കാണാൻ അവിടെ കണ്ടില്ല. ഈ സിനിമ പിന്നെ 5 കൊല്ലത്തേക്ക് സിനിമയിലാരും വിളിച്ചില്ല. ഒറ്റ സീൻ അഭിനയിച്ചു. അങ്ങനെയാണ് ഒറ്റ സീന് പിന്നെ നിന്നില്ല. ഇത് പിന്നെ ജാഫർക്ക വിളിച്ചപ്പോ വന്നിട്ട് അഭിനയിച്ച അങ്ങനെ ചെയ്ത കൊണ്ടുവില്ല. പുള്ളിയെ കൊണ്ടുപോകില്ല. അങ്ങനെ താല്പര്യം പറയും വരണ നമ്മൾക്ക് ഓടിക്കും. അങ്ങനെ ഞാൻ വിളിച്ചല്ലോ ലാസ്റ്റ്. വിളിച്ച് ജാഫർക്ക വിളിച്ചപ്പോ അങ്ങനെ വന്ന നോക്കിയിട്ടില്ല. ഞാൻ ജർമ്മനി വിളിച്ചാലും പോവും, ഏത് പടം വിളിച്ചാലും പോവും. നിങ്ങൾ പറഞ്ഞാൽ ഇതൊക്കെ കറക്റ്റ് ചെയ്ത് കൈകാര്യം ചെയ്തിട്ട് വിളിട്ടോ. ഏത് പടം ചെയ്യും. ഇനി എന്ത് പുലിമുരുകം വരെ ചെയ്യും. ഇരിക്കുകയാണ്. 2027 ഇനി 3 കൊല്ലം ഉണ്ടല്ലോ. ഈ എന്താ ആ കൊച്ചെന്ന് ചോദിക്കുക. കുറേന്ന് പറഞ്ഞു തുടങ്ങി. ഇവൻ കേൾക്കുന്നില്ല. ഇവരിനി ആ കൊച്ചു അനാവശ്യം വിളിച്ചു 2018 കൊണ്ടോന്നല്ല. അവൻ ചോദിച്ചാൽ 2024 യാതൊരു കണ്ടോക്കാം. ചോദിച്ചത് ജാഫർക്കനോടല്ലേ? ജാഫർക്കന്റെ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ 2024 എങ്ങനെയുള്ളത്? 27 ആയിപ്പോയത്. ചോദ്യം ചോദിക്കാനുള്ള സ്കൂൾ കുട്ടികളെ പോലെ ആരോടെ ചോദ്യം, ആരോടെ പേര് പോലെ അല്ല, ആരോടാ? മുപ്പനോടല്ലേ? ജാഫർക്കനോടല്ലേ? ചോദിക്കും. 2024 ലാസ്റ്റ് പടമില്ലാണ്. പടം തന്നെയായിരുന്നു. കുറച്ച് കാര്യങ്ങൾ അതിനിടയ്ക്ക് വേറൊരു കുഞ്ഞാവേയും കൂടെ ഉണ്ടായി. 2ാമത് മോക്ക് എനിക്കല്ലേ എനിക്കില്ല കേട്ടോ ഒരൊച്ച. ഞങ്ങൾ വയസ്സന്മാരുടെ തീവ്രലോകനാണ്. എല്ലാം 2ാമത് കുഞ്ഞാവേണ്ടി അപ്പൊ സംഗതി അതൊക്കെയായിരുന്നു. ആ വിശേഷത്തിൽ അല്ലാത്തൊക്കെ പങ്കുചേർന്നു. അത് പിന്നെ സിനിമകളുണ്ടായി. ഇനിയിപ്പം ഏതാണ്ടൊരു 5-6 മാസത്തേക്ക് സിനിമ ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാം ചെയ്ത് തീർത്ത് വരുമ്പം വേറെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അത് മറ്റേ അല്ല 2024 വെച്ച് ചോദിച്ചില്ല തമിഴ് അങ്ങനെ അല്ല ഈ ഭാഷ തമിഴൊക്കെ ഉണ്ട്. തമിഴൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വിളിക്കുന്നതിനെല്ലാം പോകുന്നു. നമ്മളെല്ലാം ചെയ്യില്ലേ. പിന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് വർക്ക് ഉണ്ട്. ആവശ്യത്തിന് വർക്കുണ്ടെങ്കിൽ അത് ഇട്ടെറിഞ്ഞ് നമ്മൾ അന്യ സംസ്ഥാനത്തിലേക്ക് വേറെ ഇതിനകത്തേക്ക് പോകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ദുരുദ്ദേശം മനസ്സിൽ കാണുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇവിടെ ശമ്പളം കുറവും, അവിടെ ചെല്ലുമ്പോൾ ഇച്ചിരി ശമ്പളം കൂടുതൽ കിട്ടും എന്നൊക്കെ ചിന്താഗതിയൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ വർക്കുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഗൾഫിൽ പോകുന്ന ആൾക്കാരുടെ എല്ലാവരും കേൾക്കാം. അവിടെ തന്നെ വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഗൾഫിൽ പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു 10 അല്ലെ എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ മറ്റേ ഡോക്ടറോ അല്ലെങ്കിൽ അങ്ങനത്തെ നല്ലൊരു വർക്കേഴ്സൊക്കെ ആയിട്ട് അവർ ഗൾഫിലൊക്കെ പോയിട്ടാ രക്ഷയുള്ളൂ. അല്ലാതെ പൊതുവായിട്ട് ഒരാൾ പോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിന് ജോലിയോ അത് എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രൈവിംഗ് പോസ്റ്റൊക്കെ ആയിട്ടുള്ളൂ. അതിനൊന്നും ശമ്പളമൊന്നുമില്ല. ശമ്പളമൊക്കെ കുറവാണ്. അപ്പോൾ അവിടെ 30,000 രൂപ ശമ്പളം മേടിക്കുന്ന ആൾ ഇവിടെ 15,000 രൂപ അടിച്ചാൽ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ആളുകളിൽ എന്തായാലും പിള്ളേരും പെണ്ണുപിള്ളേരും കൂടെ നല്ല രസമായിരിക്കും.
ഇതിപ്പോൾ അതെല്ലാം ദുരിതം. അപ്പം ഞാൻ പറയല്ലോ സ്വന്തം നാട്ടിൽ കിട്ടുന്ന വെച്ചാൽ ജീവിക്കാൻ കുറച്ച് ചുരുളിക്ക് ശേഷം ചേട്ടന്റെ മാർക്കറ്റ് വാല്യൂ കൂടിയിട്ടുണ്ടോ? ഞാൻ ചുരുളി അത് പറഞ്ഞു കൊടുത്തോളൂ അവനാ അല്ലല്ല ഞാൻ ചോദിച്ചത്. ചുരുളി ചുരുളിക്ക് ശേഷം ചേട്ടന്റെ മാർക്കറ്റ് വാല്യൂ പൊതുവെ കൂടിയിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഞാൻ പറയുന്നത് പറയാൻ ശരിയാണ്. നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അല്ല ഈ വർഷം തന്നെ ഒരുപാട് പടങ്ങളൊക്കെ ചെയ്തില്ലേ? അപ്പൊ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞോണ്ട് കിട്ടുമായിരുന്നോ? കൂടിയോണ്ടല്ലേ കിട്ടിയേ? സുരേഷേ വേറെ ബിലാല് ഇങ്ങനെ അനൗൺസ്മെന്റ് ഉണ്ട്. ബിലാൽ ഇങ്ങനെ കുറെ കാലമായിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്ത് നമ്മളതിനകത്താണ് ജീവിച്ചെന്ന് അഭിനയിക്കുകയും ചെയ്തു. ഞാൻ ഈ കക്ഷികളോടെല്ലാം പറയുകയും ചെയ്തു. ഡയറക്ടർ സാറിന് ഒരു ദിവസം കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഉണ്ണിയാർ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് ഇങ്ങനെ പോകുന്ന സ്ഥലത്തേക്ക് ചോദിക്കുന്നത് ബിലാറ്റുകളുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ബിലാറ്റുകളുണ്ടോന്ന് അറിയില്ല. ആ പടം വന്നിട്ട് കൊറോണ സമയത്ത് വന്നിട്ട് എല്ലാം ഓണായി വന്നതാണ്. ആ സമയത്ത് നടക്കണ്ടായിരുന്നു. പിന്നെയും കൂടെ മാറി ഇങ്ങനെ പോയേക്കുവാണ്. വരും എന്നൊക്കെ പറഞ്ഞാൽ നാരദൻ സിനിമ ആഷിഖ് സാറിന് നാരദൻ ചെയ്യുന്ന സമയത്ത് ഉണ്ണിയാസിൻ്റെ ഞാൻ ചോദിച്ചു ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടാകും വല്ലതും ഉള്ളതാണെന്ന് വെച്ചു. എന്നോട് കുറച്ച് വ്യക്തത പടത്തിലുണ്ട്. കട്ടുകുഞ്ഞിനെയും പൂച്ചക്കുഞ്ഞിനെയും വീക്കലല്ല, വേറെ ചില എഞ്ചിനേക്ക് വരും എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള. അത് നടക്കുമ്പോ കാണും. പിന്നെ നടക്കുമ്പോ കാണും. ഉണ്ടല്ലോ അത് പറഞ്ഞില്ലല്ലേ ഫുള്ള് കേട്ടു. അത് വലിയ ക്ലൈമാക്സ് വന്നിട്ടുള്ളൂ അല്ലേ? അതെ, ബിലാൽ എന്ന് പറയുന്ന സംഭവം തന്നെ നിങ്ങൾ പറയാം. ഇതിപ്പോ നാളെയും ഇറങ്ങാൻ പോണ പടമല്ലല്ലോ. ഇതിന് ഷൂട്ട് ചെയ്ത് ചിലപ്പോൾ 2-3 കൊല്ലം എടുക്കുമായിരിക്കും ഈ പടമൊക്കെ ഇറങ്ങി വരുമ്പോൾ. അപ്പൊ ആ പടം തുടങ്ങുവാണെങ്കിൽ അതിനകത്തുണ്ട് വരുന്നത് അറിയാലോ. വരും അത്ര ഇതാക്കി വെച്ചിരിക്കുന്നതല്ലേ. പിന്നെ വേറെ കാര്യം നോക്കണം. രാജാവ് മറ്റേ അതിനകത്ത് ഒരു രാജപദവി അലങ്കരിക്കുന്ന ഒരു കഥാപാത്രം ചെയ്താണ് മമ്മൂക്കായ. അദ്ദേഹമൊക്കെ ഏതൊക്കെ പടവാ കമ്മിറ്റ് ചെയ്തിട്ടാണ്. അമൽനീരൻ സാറ് ഏതൊക്കെ പടവാ കമ്മിറ്റ് ചെയ്തിട്ടാണ്. ഇതെല്ലാം ഒത്തണങ്ങി വരണ്ടേ? അങ്ങനെ ഒരു പടം ശരിയാവുള്ളൂ. അല്ല ഓടിച്ചു നിന്നൊരു പടം നമ്മൾ പല സാധനം പഠിക്കാൻ പറ്റും. ഒത്തണങ്ങി വരണം എല്ലാവരുടെയും. അതുകൊണ്ടാണ് എന്റെ കാരണാവസ്ഥ. അതല്ലേ അത് ഇനി വരും. ഇനി ചിലപ്പോ അള്ളാഹ് പിന്നെയും ഇല്ലാതിരിക്കാന്നായി. അതെനിക്കറിയില്ല. എങ്ങനെയെങ്കിലും ആട്ടല്ലേ. അതൊക്കെ ചോദിക്കാൻ ഈ സമയം പറഞ്ഞു. അതിപ്പോ അത് നടക്കാൻ വേണ്ടിട്ട് എല്ലാവരും അന്വേഷിച്ചു നോക്കും. അത് വേറെ പടം ചെയ്തോണ്ടിരിക്കില്ല. ആ പടത്തിന്റെ ഒരു റേഞ്ച്, ആ പടം നിന്നത് അങ്ങനെയായിരുന്നു. ആ പടം എല്ലാത്ത അന്നത്തെ സമയത്ത് ആ പടം പിള്ളേരെ എല്ലാം ഉണർവിലേക്ക് കൊണ്ടുവന്ന ഒരു സിനിമയാണ് അല്ലേ? എല്ലാവരും മനസ്സിലില്ലേ? അതുപോലെ അത് ആ മനസ്സിലില്ലേ അത് കിടക്കുമ്പോഴത്തേക്ക് അത് ഇനി അത് താന്നു പോരുത്. അതിനുവേണ്ടി പണിപ്പെട്ടുകൊണ്ടിരിക്കുമായിരിക്കും അവര്. താന്നു വാങ്ങുള്ളൂ. അപ്പൊ ആ ചോദ്യം തീർന്നു. ഇനി ആരോട് എന്താ ചോദ്യം? മ്യൂസിക് ഡയറക്ടർ വായിക്കാം. അപ്പൊ നേരത്തെ നമ്മൾ ഇന്റർവ്യൂ സമയത്ത് കണ്ടപ്പോഴും ഇങ്ങനെ പാട്ട് പാടി എല്ലാരെയും ഭയങ്കര കയ്യിലെടുത്ത് കണ്ടായിരുന്നു പാട്ട് പാടിയിട്ടൊക്കെ. അപ്പൊ എങ്ങനെയാണ് ഈ സിനിമയിലുള്ള പാട്ടുകളൊക്കെ നമ്മുടെ യുവാക്കൾക്ക് ഏറ്റെടുക്കാൻ പറ്റിയ പാട്ടുകളൊക്കെ ആണോ? അതെ അതെ. ഇതില് വിജയേശ്വസ് പാടിയിട്ടുണ്ട്, സിത്താര കൃഷ്ണകുമാർ, പിന്നെ വൈക്കം വിജയേഷ്. 4 പാട്ടുകൾ ഇതിൽ. അതിലൊരു പാട്ട് പ്രൊമോഷൻ സോങ്ങാണ്. പിന്നെ പുതിയ ആൾക്കാരാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അത് ഒരു സിറ്റുവേഷൻ സോങ്ങാണ്. ജാഫ്രിക്കയുടെ ആ ഒരു ക്ലൈമാക്സിനോട് ബന്ധപ്പെട്ട് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള അതാണ് വിജയേശ്വസ് പാടിയിട്ടുള്ളത്. അത് വൈക്കം വിജയേഷ് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിഴിയുടെ ഒരു ഇൻട്രാക്ഷനിൽ ഒരു കുട്ടികളുടെ ഒരു നിഷ്കളങ്കതയും ഇവര് ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പാട്ട് അതെ വിഴി പാടിയിട്ടുണ്ട്. നല്ല സിംഗറാണ് മോള് പാടിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇവരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു പെപ്പി ഒരു കുറച്ചൊരു മാപ്പിളപ്പാട്ടിന്റെ ഒരു ഫ്ലേവറുള്ള ആ ഒരു സംഭവം. ഇതൊക്കെയുള്ള ഒരു പ്രൊമോഷൻ സോങ് ഉണ്ട്, ഉരുമ്പെട്ടവൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ 4 സോങ് ഉള്ളത്. എന്തായാലും അത് എല്ലാം പിക്ചറൈസ് ചെയ്ത് വന്നപ്പോൾ ഗംഭീരമായിട്ടുണ്ട്. ഒരു ഓഡിയോ അല്ലെങ്കിൽ ഒരു പാഷൻ എന്നുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഒരുപാട് പ്രതീക്ഷയാണ് ഇരിക്കുന്നത്. താങ്ക് യു. നിസാർക്ക് ഇതിനകത്ത് ജീവിതത്തിലെ ഇനി ഏതെങ്കിലും നല്ലൊരു കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ മനസ്സിനുള്ളിൽ? ഞാൻ അല്ല മിനിമം അതെങ്കിലും വേണം പോലെ, അല്ലാതെ ചെറുതൊന്നും വേണ്ട. ആഗ്രഹിക്കാനല്ലേ പറഞ്ഞേ? അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ടോ? വെറുതെ ചെയ്യാ അഭിനയിച്ച് പഠിക്കാൻ വിളിക്കുമ്പോ നോക്കാം. അതൊക്കെ
ടീച്ചർ കയ്യിലൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിയായി. അപ്പൊ ശരിയാക്കും. എന്താ അതിനോട് ആളുകളൊന്നും സഹായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ ആളായി പോകും. പുള്ളിക്കറിയാം വാപ്പാനോടൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ സംഭവം. എന്താ മനസ്സിലായത് പറയും. എന്താ പറഞ്ഞു? ആ എല്ലാം ആഗ്രഹിക്കുന്നില്ല, എല്ലാം പഠിച്ചു വെച്ചപ്പോ ഇല്ലല്ലോ. ഒന്നും പഠിച്ചിട്ടില്ല. എന്ത് ചെയ്യും? ഇപ്പൊ നീ ജീവിതത്തില് സിനിമ ഒരു ഭാഗമായിട്ട് തന്നെ ഏറ്റെടുത്തോ? ഒരു ഭാഗവും മുഴുവനും ബാക്കിയുള്ളൊക്കെ ചെറിയ ചെറിയ അതുകൊണ്ട് നിങ്ങൾ ചോദിക്കും എന്റെ ഫ്ലോ എല്ലാം അറിയാവുന്ന ചോദിച്ചു, ചോദിച്ചു പൈസ പൈസയില്ല. ഓക്കെ, അപ്പൊ ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ എല്ലാവരും സിനിമ കാണുക. ജനുവരി 3 തിയേറ്ററുകളിൽ എത്തുക. ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതാണ് അഞ്ചു പറഞ്ഞ തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ. ഓരോ സിനിമയും വ്യത്യസ്തമാണ്. അപ്പൊ അത് ഓരോന്നും ഓരോ ജോണറിൽ തന്നെ, അതിന്റെ ഓരോ ഫ്ലേവറിൽ തന്നെ നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ് പ്രേക്ഷകർ ചെയ്യേണ്ടത്. അതാണ് ഞങ്ങളെ പോലുള്ള സിനിമാക്കാർ ആഗ്രഹിക്കുന്നത്. അല്ലേക്കാ? അങ്ങനെയാണ്, അങ്ങനെ എല്ലാം വിജയിക്കണമെന്ന്, എല്ലാം വിജയിക്കും. ഈ ചാനൽ അത്ര എളുപ്പമുണ്ട്. ഒരു ഈ ചാനൽ തോറ്റു പോകണം, ഈ ചാനൽ വിജയിച്ചു പോകണം, നമുക്കൊരു നിങ്ങളൊക്കെ ഒത്തിരി ഒന്ന് എല്ലാവരും എല്ലാ സിനിമാക്കാരെയും ഒന്ന് സഹായിച്ചിരുന്നാൽ മതി. അവരെങ്ങനെയും പടം പിടിക്കും. നമ്മൾ ആ എന്തെങ്കിലും കയറി കൊള്ളൂലാത്തതിനെ നല്ലതൊന്നും നല്ലതിനെ കൊള്ളൂലാത്തെന്ന് പറയുമ്പോഴാണ് അങ്ങനെ ചെയ്യാനും കൊള്ളുക. നമുക്ക് ആ അങ്ങനത്തുള്ള അരി മേടിക്കുന്ന പൈസ, ആ പൈസ കൊണ്ട് അരി മേടിക്കുകയും ചെയ്യുന്നത്. അപ്പം നല്ലത് ചിന്തിച്ച് നല്ല പ്രവർത്തിച്ച് പോയാൽ നല്ല ഞങ്ങളെ ഒന്ന് വിജയിപ്പിച്ചാൽ അങ്ങനത്തെ പടമായിട്ട് ഇറങ്ങണേ. ഇല്ല സൗമ്യ ചേച്ചി അല്ല, അത്ര ഇമിറ്റേറ്റ് ചെയ്തില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇല്ല എന്തോ ഇത് കൂടുതൽ പറയാൻ എന്നോട് സുഖമൊക്കെയാണ്. ഒരു മിനിറ്റ് ഒരു ചെറിയ പാട്ടും കൂടെ പാട്ട്. എനിക്ക് ലിറിക്സ് ഒന്നും അറിയത്തില്ല, പാടും അത്രേ ഉള്ളൂ. വേറെ മലയാളം പാട്ട് പാടും. ഒരു നാടൻ പാട്ടായിക്കോട്ടെ. പഞ്ചവർണ്ണ കിളിച്ചിലുള്ള പൊന്നാര ചെമ്പകപ്പൂമലരേ കണ്ണൊന്നടച്ചാലോ കാണാം കണ്ണിനഴകുള്ളോളേ പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണടേ ചെമ്പകപ്പൂമലരേ എന്റെ ചെമ്പകപ്പൂമലരേ. ശബ്ദം പോയി. അല്ല വാപ്പ മലർച്ചയായിട്ട് വേഷം വെച്ചാൽ അപ്പൊ ഒരു പാട്ട് പോലെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഏതൊരു പാട്ട്? ഇപ്പൊ ഒരു സിനിമയില് മലർച്ചയാണ്. ആരുണി ഭദ്രേ താപസ കന്യ ആശിപ്പതെന്തെന്ന് ചൊല്ലു. അല്ലോ ആശിപ്പതെന്തെന്ന് ചൊല്ലു. താങ്ക് യു സോ മച്ച്. എല്ലാവരും കാപ്പി കുടിച്ചിട്ട് കഴിയണം. അപ്പൊ വീണ്ടും നമ്മുടെ പ്രൊമോഷൻസ് ഇവിടെ തുടരാൻ പോവാണ്. നമ്മുടെ ആക്ടേഴ്സ് ഹോൾഡ് ചെയ്യണം. എല്ലാവരും 6 മണിക്ക് ഫോറമോളിൽ ഒന്ന് പോയേക്കണം. ഓക്കെ, ജാഫർക്ക് അടുത്ത സെറ്റ് ചെയ്തോട്ടെ ഞാൻ.
ന്യൂ ഇയറിന് റിലീസാവുന്ന എൻ്റെ പുതിയ സിനിമയാണിത്, ഒരുമ്പെട്ടവൻ. ഒത്തിരി വിശേഷങ്ങളുണ്ട്, ഞങ്ങൾ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ തന്നെയായിരിക്കും, നിങ്ങൾക്ക് പരിചയമുള്ളവർ തന്നെയായിരിക്കും. പക്ഷേ നിങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഐറ്റം നമ്മളിതിൽ വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു കൊച്ചു മിടുക്കിയെ പരിചയപ്പെടുത്താം. എൻ്റെ കൈ തരുന്ന എന്തിനാ? നിനക്ക് ഇതിനകത്ത് ഇട്ടൂടെ? നീ വേണം പറയറാ, സഹായിക്കാന്ന് വെച്ചപ്പോ അഹങ്കാരം. നേർച്ചയ്ക്ക് പോകണം നമ്മള്, കാണേണ്ട കാഴ്ചോട് നമ്മള്. നേർച്ചയ്ക്ക് പോകണം നമ്മള്, അത് കാണേണ്ട കാഴ്ചോട് നമ്മള്. പട്ടുപുതിതൊന്നു വാങ്ങണം, താത്താന്റെ കയ്യിന്ന് കെട്ടണം. പട്ടുപുതിതൊന്നു കാണുന്നൊന്നുമല്ല, പറ. എൻ്റെ പേര് കാശ്മീര. എനിക്ക് ഒരുമ്പെട്ടവൻ എന്ന് പറയുന്ന സിനിമയിലെ ഇന്ദ്രൻ അങ്കിളുടെയും ജാഫർ ഡിക്കി അങ്കിളുടെയും ഇവരെല്ലാവരുടെയും കൂടെ അഭിനയിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഭാഗ്യവുമുണ്ട്. പിന്നെ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം, എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണം. എൻ്റെയും ഇന്ദ്രൻ അങ്കിളുടെയും ഒരുമ്പെട്ടവൻ ടീമിൻ്റെയും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.